വെൽക്കം ടു ഡേ 23. ഡേ 23 ആയി. നമുക്ക് 7 ദിവസം കൂടെ ബാക്കിയുള്ളൂ, ഒരാഴ്ചയും കൂടെ. നല്ല ഉറക്കം വരുന്നുണ്ട്, സത്യം പറയാലും നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ എണീക്കണം. നമുക്കൊന്ന് വെയിറ്റൊക്കെ നോക്കാനുള്ളതാണ്. എൻ്റെ വയറിൽ ഗ്യാസ് ഉണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു എൻ്റെ വയറിൽ ഗ്യാസ് ചെയ്യാൻ തോന്നുന്നു. വയറിൽ നല്ല ഗ്യാസ് ഉണ്ട്, അപ്പോൾ അറിയത്തില്ല. അപ്പോൾ എന്തായാലും എണീക്കണം, പൊങ്ങിയേ പറ്റുള്ളൂ. ഉറക്കം വരുന്നുണ്ട് പക്ഷെ നന്നായിട്ട്. പക്ഷെ നമ്മൾ എണീക്കണം. അപ്പോൾ ഞാൻ പോയിട്ട് ബ്രഷൊക്കെ ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് താഴെ പോയിട്ട് വെയിറ്റ് നോക്കാം. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് മുമ്പ് അപ്പോൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വൂഫി പുറത്തിങ്ങനെ ഡോറിൻ്റെ പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കാവലിരിക്കും. എന്താ എണീക്കാത്ത, എണീറ്റ് വാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഒപ്പം എന്ന് പറഞ്ഞു. പക്ഷെ സോറി, നമ്മൾ ഉറക്കത്തിലാണല്ലോ. അപ്പോൾ ഞാൻ എണീറ്റില്ല, ഞാനിപ്പോൾ എണീറ്റു. അപ്പോൾ എന്തെങ്കിലും പോയി നോക്കട്ടെ. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് എൻ്റെ എല്ലാ ദൈവങ്ങളെയും ഒന്ന് വിളിച്ചായിരുന്നു. എൻ്റെ പൊന്നെ, എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റൂമിൻ്റെ ബാത്റൂമിൽ ബ്രഷ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറിയതാണ്. അപ്പോഴത്തേക്ക് എൻ്റെ മോളിന്നൊരു സാധനം നേരെ ഇങ്ങനെ താഴേക്കൊരു പല്ലി. എനിക്ക് ഇത്രയും പറ്റാത്ത 2 കാര്യങ്ങളുള്ളൂ, പല്ലിയും തവളയും എനിക്ക് പറ്റില്ല. ഇത് നേരെ ഒരു പല്ലി ഇങ്ങനെ താഴെ എൻ്റെ മുന്നിൽ വീണ്. എൻ്റെ ഇവിടെ കിടപ്പുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇതെന്താ ഇങ്ങനെ മലർന്ന് ചത്ത പോലെ കിടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് മുകളിൽ നിന്ന് താഴെ ഇനി ചത്തുപോയതാണോന്ന് എനിക്കറിയത്തില്ല. ഞാൻ തൊട്ടിട്ടില്ല, ഞാൻ മാറി വീണപ്പോഴത്തേക്ക് ഞാൻ കാറി മാറിയിൽ നിന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ കിടക്കുക, അനങ്ങിയിട്ടില്ല. ഞാൻ ഒറ്റ കിടപ്പം ഇങ്ങനെ. കർത്താവിനറിയാം. ഞാനൊന്ന് പോയിട്ട് ഞാൻ വേഗം പോട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോൾ 70.9 ആയിരുന്നു. ഇന്ന് 200 ഗ്രാം നമ്മൾ കൂടി. 200 100 ഗ്രാമോളം നമ്മൾ കൂടി. ഓക്കെ, പക്ഷെ സാരമില്ല, കാരണം നമുക്കറിയാമല്ലോ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇച്ചിരി ലൂസപ്പായിട്ട് പിടിച്ചത്. അപ്പോൾ ഒത്തിരി അധികം കൂട്ടിയിട്ടില്ലല്ലോ, ഒരു 100 ഗ്രാമല്ലേ കൂടിയുള്ളൂ. അപ്പോൾ സാരമില്ല. മേ ബി ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വയറൊക്കെ ഇങ്ങനെ ബ്ലോട്ടഡ് ആയിട്ടിരിക്കുകയാണ്. ചിലപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ തോന്നുന്നതായിരിക്കാം. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറയുമായിരിക്കാം. പക്ഷെ നമ്മൾ ഹോപ്പ് വിടരുത്. നമുക്കിനി ഒരു 7 ദിവസം കൂടെ ഉള്ളത്. ആ 7 ദിവസം കൂടെ നമുക്ക് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. ഓക്കെ, ചിലപ്പോൾ ബിക്കോസ് വെയിറ്റ് ലോസിൻ്റെ ഭാഗമാണ് വെയിറ്റ് കുറയാണ്ടിരിക്കുക എന്നുള്ളതും അങ്ങനെ നിൽക്കുക എന്നുള്ളതും വെയിറ്റ് കൂടുക എന്നുള്ളതും എല്ലാം അതിൻ്റെ ഭാഗമാണ്. നമ്മൾ വി ഹാവ് ടു ജസ്റ്റ് ട്രസ്റ്റ് ദ പ്രോസസ് ആൻഡ് മൂവ് ഓൺ. അപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ 100 ഗ്രാം കൂടി സാരമില്ല എന്ന് വെക്കണം. നമുക്കിനി ബാക്കി നമ്മുടെ നോർമലായിട്ട് റുട്ടീൻ ചെയ്ത് വർക്കൗട്ട് ചെയ്തെല്ലാം നമുക്കത് കുറയ്ക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി നമ്മൾ കഴിച്ച സെയിം സംഭവം തന്നെയാണ്. ചപ്പാത്തിയും മറ്റേ ചനയും കടലയും പനീറും കൂടെ ഉണ്ടാക്കിയൊരു കറി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. എന്നാലും ഞാനത് വെട്ടി വിഴുങ്ങിയായിരുന്നു ഇന്നലെ രാത്രി. എനിക്കൊന്ന് അതുകൊണ്ടായിരിക്കും ചിലപ്പം 100 ഗ്രാം കൂടിയെന്ന് തോന്നുന്നു. ചുമ്മാ പറഞ്ഞു കേട്ടോ. അതിൻ്റെ എനിക്ക് കടല കഴിക്കുമ്പോൾ യൂഷ്വലി ഗ്യാസ് കയറാറുണ്ട്. അപ്പോൾ ഗ്യാസ് കയറിയിട്ടുണ്ട് നന്നായിട്ട്. രാവിലെ തന്നെ കയറിയപ്പോൾ തന്നെ ഭയങ്കര ഗ്യാസായിരുന്നു, വയറ്റിൽ ബ്ലോട്ടഡ് ആയിട്ടായിരുന്നു ഇരുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു എന്തായാലും വെയിറ്റ് അങ്ങനെ തന്നെ ആയിരിക്കുന്നു. അപ്പം എന്തായാലും ഇനി അങ്ങനെ അല്ലാണ്ട് കൂടിയതാണെങ്കിലും നോ വറീസ്, നമുക്ക് കുറയ്ക്കാവുന്നേ ഉള്ളൂ. ഇനി ഒരാഴ്ചയും കൂടെ സമയമുണ്ട്. പ്രോപ്പറായിട്ട് നോക്കിയാൽ മതി. വർക്കൗട്ട് സ്വിമ്മിങ്ങും പോയിട്ടുണ്ടായിരുന്നു 2-3 ദിവസത്തിൽ, പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സെറ്റാക്കിയാൽ മതി. അപ്പോൾ ഇനി നമ്മളിപ്പോൾ പോയിട്ട് ചപ്പാത്തിയും ആ കറിയും കഴിക്കാൻ പോവാണ്. അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. പണിയുണ്ട് ഇപ്പോഴും. അപ്പോൾ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോഴത്തേക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വന്ന് പറഞ്ഞു ഞാനത് ചെയ്തുകൊണ്ടിരിക്കണം, ഞാൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ എവിടെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ഒന്നുമില്ല, നിങ്ങളിപ്പോൾ നിങ്ങളുടെ പണി ചെയ്തോളൂ, ഞാൻ എൻ്റെ പണി ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് പിന്നെ തിരിച്ചു തരുന്നതാണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും സ്നാക്കിന് വേണ്ടി താഴെ പോകണം. ഇപ്പോൾ 11 മണി, ഒരു 11:30 ആകുമ്പോഴത്തേക്ക് സ്നാക്കിന് വേണ്ടി താഴെ പോകണം. അപ്പോഴത്തേക്ക് എന്തായാലും ആ സമയത്തേക്ക് ഞാൻ പിന്നെ വരുന്നതായിരിക്കും. കുറച്ച് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു. ശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ല, ഉറങ്ങണ്ട. ഉറങ്ങി കഴിഞ്ഞാൽ രാത്രി ഉറക്കം വരത്തില്ല. അതുകൊണ്ട് ഉറങ്ങാണ്ടിരിക്കുക. നമ്മുടെ കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തീർക്കുക. ഓക്കെ,
സ്നാക്ക് കഴിക്കാൻ പോകാനുള്ള സമയമായിരിക്കുന്നു. നമുക്ക് സ്നാക്ക് കഴിക്കാൻ പോകാം. 11:30 കഴിഞ്ഞിരിക്കുന്നു. ഓൾസോ എൻ്റെ ഫ്രണ്ട് കൂടെ വന്നിട്ടുണ്ട് വീട്ടിൽ. എറിൻ എൻ്റെ നെയ്ബറാണ്. LKG UKG ആയിട്ട് അറിയാവുന്നതാണ്. അവൾ പുറത്ത് നിൽപ്പുണ്ട്. നമുക്ക് അവളെ വിളിച്ചുകൊണ്ട് വരാം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, എറിൻ, ഞങ്ങളുടെ നെയ്ബർ. അപ്പോഴത്തേക്കാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ എടുക്കാൻ മറന്നു. ഈ വീഡിയോ എടുക്കണം എന്ന് ഓർത്ത, പക്ഷേ ഞാൻ മറന്നുപോയി ഭയങ്കരമായിട്ടും. ഞങ്ങൾ കുറച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ മറന്നുപോയി. എന്നിട്ട് ഞാൻ അവൾ പോയി. ഇപ്പം ലഞ്ച് കഴിക്കാൻ സമയമായിരിക്കുന്നു. ലഞ്ചിന് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ചോറും ചിക്കൻ എയർ ഫ്രൈ ചെയ്തായിരുന്നു പപ്പ ഉണ്ടാക്കി തന്നായിരുന്നു. ഞാൻ പോയ സമയത്തേക്കും പപ്പ ഫുൾ മാരിനേറ്റൊക്കെ ചെയ്ത് ഫുൾ ഉണ്ടാക്കി വെച്ചിട്ട് ടുഡേ ഇസ് മൈ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അതും ചോറും തൈരുമായിരിക്കും കഴിക്കേണ്ടത്, വേറെ ഒന്നുമില്ല. ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് അത്ര മാത്രമേ കഴിക്കുന്നുള്ളൂ. ചോറ് കുറച്ച് കഴിക്കുന്നുള്ളൂ. നമ്മൾ ചിക്കനായിരിക്കും കൂടുതൽ കഴിക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്കും ഞാനത് പോയി സെറ്റാക്കട്ടെ. അയ്യോ, നമ്മളൊരു പവർ നാപ്പ് എടുത്തു, ഒരു ഹാഫ് ആൻ അവർ പവർ നാപ്പ് എടുത്തു. എന്നിട്ട് എണീറ്റു. താഴെ പോയിട്ട് കോഫി ഉണ്ടാക്കാൻ പോയി. എനിക്ക് കോഫി അടിക്കാൻ ഭയങ്കരമായിട്ട് തോന്നുന്നു. അപ്പോഴത്തേക്കും ഞാൻ കോഫി ഉണ്ടാക്കാൻ താഴെ പോവാണ്. എന്നിട്ട് പിന്നെന്താണ്, എന്തോ ചെയ്യാനുണ്ടായിരുന്നത്, എന്തോ ഉണ്ടായിരുന്നു, വർക്കൗട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് എന്താ ചെയ്യേണ്ടത്. സ്വിമ്മിങ്ങിന് പോകണോ, സ്വിമ്മിങ്ങിന് പോയി വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വിമ്മിങ്ങിന് പോകണോ ഓർ ഡാൻസ് കളിക്കണോ, എന്താ ചെയ്യേണ്ടത് തീരുമാനിച്ചിട്ടില്ല. അതും ചെയ്യാണ്ട്. അപ്പം ഞാൻ താഴേക്ക് പോയിട്ട് കോഫി ഉണ്ടാക്കാം. കോഫിയുടെ കൂടെ കഴിക്കാൻ ആയിട്ട് ഒന്നും ഇല്ലായിരുന്നു ഞാൻ നോക്കിയപ്പോൾ. അപ്പം ഞാൻ ഓർത്തു അത് നമ്മളുണ്ടാക്കിയ ബദാം ബട്ടർ ഉണ്ടല്ലോ, അപ്പം പോയി ബ്രൗൺ ബ്രെഡ് മേടിക്കാം എന്ന് ഓർത്തു. അപ്പോൾ നമ്മൾ ബ്രൗൺ ബ്രെഡ് മേടിക്കാൻ പോവാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ കടയുണ്ട് കേട്ടോ, അവിടെ പോയി മേടിച്ചാൽ മതി. അപ്പോൾ ഞാൻ അത് പോയി മേടിക്കട്ടെ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് കോഫി ഉണ്ടാക്കാം. കിട്ടിയാച്ച്. അപ്പോഴത്തേക്ക് നമുക്ക് പോയി കോഫി ഉണ്ടാക്കാം. പാർവതി പറഞ്ഞു തന്ന ഒരു വേയിലാണ് നമ്മൾ കോഫി ഉണ്ടാക്കുന്നത്. എന്തോ ആദ്യം ഇതൊക്കെ ഇട്ട് വിസ്ക് ചെയ്ത് അതുണ്ടാക്കിയ സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ. അപ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഏട്ടായി കോഫി എന്ന് പറയുന്നവരുണ്ട്. കോഫി റെഡിയായി. ആരിത് കൂടെ കോഫി റെഡിയായി. ഞാൻ കോഫി കുടിക്കാൻ പോവാണ്. അതിൻ്റെ കൂടെ ബ്രെഡും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ബദാം ബട്ടറിൻ്റെ കൂടെ കഴിക്കാൻ 2 ബ്രെഡും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇത് രണ്ടും കൂടെ സെറ്റാക്കട്ടെ. ഞാൻ പോയിട്ട് കഴിക്കട്ടെ. കോഫി നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കുടിച്ചിട്ട് നമുക്ക് എന്താ പറയുക, ബ്രെഡും കൂടെ കഴിക്കാം. നമ്മളിപ്പോൾ ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഡാൻസ് ആയിരുന്നു ചെയ്തത്. ഫുള്ള് വേർത്ത് പണ്ടരടങ്ങിപ്പോയി കണ്ടോ, മൊത്തം വേർത്തു. അപ്പോൾ ഡാൻസ് ആയിരുന്നു ചെയ്തത്. ഒരു അന്ന് പഠിപ്പിച്ച റൂട്ടീൻ ഞാൻ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പറയാൻ എടുത്തു. കുറച്ചായിട്ട് എൻ്റെ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുക, ഡിന്നർ കഴിക്കാമോ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കാൻ പോയാൽ ഭയങ്കരമായിട്ട് മടുത്ത് പോയിട്ട് വിശക്കുന്നുണ്ട്. പോയി ഫുഡും എല്ലാം കഴിക്കട്ടെ. വർക്കൗട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരമായിട്ട് ഒരു 10-15 മിനിറ്റ് ആയി കാണും. ഇനി നമുക്ക് പോയിട്ട് ഡിന്നർ കഴിക്കാം. അങ്ങനെ നമ്മൾ ഡിന്നറും കഴിച്ച് കുളിച്ചെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടിരിപ്പുണ്ട്. ഒരു എന്താ പറയുക, ഒരു സമാധാനം കിട്ടി, ഒരു സുഖം, ഒരു സമാധാനമൊക്കെ കിട്ടി കുളിച്ചെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും. ഇപ്പോൾ ഓൾറെഡി ലേറ്റ് ആയിട്ടോ, ഒരു 9:30 കഴിഞ്ഞു ഓൾറെഡി. അപ്പോഴത്തേക്കും ഇനി എന്താ ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് ഇന്നിനി നോക്കി എഴുതി വെക്കണം. അതാണ് ചെയ്യാനുള്ളത് ഇന്നിനി. അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ കടന്നുറങ്ങും. കാരണം ഞാൻ ഇന്ന് കുറേ ഡാൻസ് കളിച്ച് ഞാൻ മടുത്തായിരുന്നു ഭയങ്കരമായിട്ടും. അപ്പോഴത്തേക്കും നമ്മൾ റെസ്റ്റ് എടുക്കണമല്ലോ, നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം കടന്ന് ഉറങ്ങുമായിരിക്കും. എന്തായാലും ഡേ 23 കഴിഞ്ഞ്. എൻ്റെ ദൈവമേ, ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിക്കൊണ്ടിരിക്കുക. 7 ഡേയ്സും കൂടെ ഉള്ളൂ. ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എക്സൈറ്റഡ് ആണ് തീരാൻ എക്സൈറ്റഡ്. ഇത് തീർന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കും നമ്മൾ കൊണ്ടുവന്നത്. ലൈക്ക് ഒരു ബാലൻസ് ആയിട്ട് ഇടയ്ക്കൊക്കെ ചീറ്റ് മീൽ എടുക്കുക, ഇടയ്ക്കൊക്കെ നല്ല കഴിക്കാം, ഹെൽത്തി ആയിട്ട് കഴിക്കാം. മിക്ക സമയത്ത് 80% ഹെൽത്തിയും 20% ചീറ്റ് മീലും കഴിക്കാം. അങ്ങനത്തെ രീതിയിൽ നമ്മൾ റേഷ്യോ മൈൻഡിൽ സെറ്റാക്കണം. എനിക്കത് സെറ്റാക്കി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ലൈക്ക് ഞാനിങ്ങനെ ഓർക്കും, വേണ്ട, എന്തായാലും ഞാൻ ചീറ്റ് ചെയ്തില്ല, ഇനിയിപ്പോൾ ഫുള്ള് ചീറ്റ് ചെയ്തേക്കാം എന്നുള്ള തോട്ട് എൻ്റെ മനസ്സിൽ വരും. അത് ഏറ്റവും ബാഡാണ്. അത് ആ തോട്ട് വരാൻ പാടില്ല. അപ്പോഴത്തേക്ക് എന്തായാലും നമ്മളിപ്പോൾ പോയി ടിക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് ചാച്ച ബൈ ബൈ പറഞ്ഞ് പോവാണ്. ഓക്കെ, നാളെ എന്നെ പിന്നെ കാണുന്നതായിരിക്കും. ഞാൻ നിങ്ങളുടെ മുന്നേ പിന്നെ വരുന്നതായിരിക്കും ഡേ 24 ആയിട്ട്. അപ്പം നാളെ ഒരു ഫ്രഷ് ഡേ ആയതിന് വേണ്ടിയിട്ട്, നല്ല സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് നന്നായി പോയി കടന്നുറങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ, ടേക്ക് കെയർ.